ഇനി നമ്മൾ എടുക്കുന്നത് ന്യൂ NCERT 5ാം ക്ലാസ്സിലെ ഭാഗം 2ലെ സോഷ്യൽ സയൻസ് ചാപ്റ്റർ ആണ് 7. ഓക്കെ, അതിൽ നമുക്ക് വേണ്ടത് മാത്രം പറഞ്ഞു പോവാം. അപ്പോൾ വാഹനം എന്ന പദത്തിന്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വഹിച്ചു കൊണ്ടുപോകുന്ന ഉപകരണം എന്നാണ്. ഓക്കെ, വാഹനം എന്ന പദത്തിന്റെ അർത്ഥം വഹിച്ചു കൊണ്ടുപോകുന്ന ഉപകരണം. മനുഷ്യ സഞ്ചാരത്തിനായി ചരക്കുകൾ കൊണ്ടുപോകുന്നതിനായും ഉപയോഗിക്കുന്ന യാന്ത്രികേതര സംവിധാനങ്ങളെയാണ് നമ്മൾ വാഹനങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, ഈ ചക്രങ്ങളാണ്. ഓക്കെ, 1976 സ്വിറ്റ്സർലാൻഡിലെ സൂറിച്ച് തടാകത്തിൽ നിന്നും കണ്ടെത്തിയ ഏകദേശം 4500-ലധികം വർഷം പഴക്കമുള്ള ചക്രത്തിന്റെ ഭാഗമാണ് ഈ ചിത്രത്തിൽ കൊടുത്തിരിക്കുന്നത്. മേപ്പിൾ മലപ്പലകൾ കൊണ്ടാണ് ഇത് നിർമ്മിച്ചിട്ടുള്ളത്. അത് സ്വിസ് നാഷണൽ മ്യൂസിയത്തിലാണ് സൂക്ഷിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പൊ മേപ്പിൾ മലപ്പലകൾ കൊണ്ടാണ് സ്വിറ്റ്സർലാൻഡിലെ സൂറിച്ച് തടാകത്തിന്റെ തീരത്തുനിന്ന് കണ്ടെത്തിയിട്ടുള്ള ചക്രമുള്ളത്. ഓക്കെ, എങ്കിൽ അതിൽ 4500 വർഷങ്ങളല്ല 5000 വർഷങ്ങൾക്ക് മുമ്പ് മെസോപ്പൊട്ടോമിയക്കാർ ചക്രങ്ങൾ നിർമ്മിച്ചതായിട്ട് കരുതപ്പെടുന്നുണ്ട്. ഓക്കെ, അവരുടെ ചക്രങ്ങൾ കട്ടിയുള്ള 3 കഷ്ണം പലകകൾ ചേർത്ത് വെച്ച് തോൽപ്പട്ടയിലെ ചെമ്പാടി തറച്ച തരത്തിലായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നീട് അത് ഈജിപ്തുകാരും റോമക്കാരും ആ ചക്രങ്ങൾ കൂടുതൽ മെച്ചപ്പെടുത്തി. ഓക്കെ, അപ്പോൾ മെസോപ്പൊട്ടോമിയൻ സംസ്കാരം വളർന്നത് ഇന്ന് നമ്മൾ കാണുന്ന ഇറാഖ് പ്രദേശത്താണ്. ഓക്കെ, ഇന്നത്തെ ഇറാഖ് ഉൾപ്പെടുന്ന പ്രദേശത്താണ് മെസോപ്പൊട്ടോമിയൻ സംസ്കാരം വളർന്നു വന്നത്. ഓക്കെ, ഇനി യൂഫ്രട്ടീസ്, ടൈഗ്രീസ് എന്നീ നദികൾക്കിടയിലാണ് ഈ പ്രദേശം ഉള്ളത്. 2 നദികൾക്കിടയിലെ പ്രദേശം എന്നാണ് ഇത് അറിയപ്പെടുന്നത്. ഓക്കെ, മെസോപ്പൊട്ടോമിയ എന്ന വേർഡിന് അർത്ഥം എന്താണ്? മെസോപ്പൊട്ടോമിയ. ഓക്കെ, മെസോപ്പൊട്ടോമിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 നദികൾക്കിടയിലെ 2 നദികൾക്കിടയിലെ പ്രദേശം എന്നാണ് അറിയപ്പെടുന്നത്. അതുപോലത്തെ ആ 2 നദികൾ ഏതൊക്കെയായിരുന്നു? യൂഫ്രട്ടീസ് ആൻഡ് ടൈഗ്രീസ്. ഓക്കെ, യൂഫ്രട്ടീസ് ആൻഡ് ടൈഗ്രീസ് നദികൾക്കിടയിൽ കാണപ്പെടുന്ന പ്രദേശമാണ് മെസോപ്പൊട്ടോമിയൻ പ്രദേശം. മെസോപ്പൊട്ടോമിയ എന്ന വാക്കിനർത്ഥം 2 നദികൾക്കിടയിലെ പ്രദേശം എന്നാണ്. ഇപ്പോൾ നമ്മുടെ ഇറാഖ് എന്ന് പറയുന്ന സ്ഥലത്താണ് ആദ്യകാലത്ത് മെസോപ്പൊട്ടോമിയൻ സംസ്കാരം നിലനിന്നതായിട്ട് കരുതപ്പെടുന്നത്. ഇനി യന്ത്രങ്ങൾ ഘടിപ്പിച്ച വാഹനങ്ങളോടുകൂടി നമ്മുടെ ഗതാഗതം എന്ത് ചെയ്തു? ഒന്നും കൂടി മെച്ചപ്പെട്ടു. മാറ്റങ്ങൾ ഉണ്ടായി. ഓക്കെ, ചരക്കുകളെയും മനുഷ്യനെയും ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകാൻ വ്യത്യസ്തമായ ഗതാഗത മാർഗ്ഗങ്ങൾ നമ്മൾ പ്രയോജനപ്പെടുത്താൻ തുടങ്ങി. അങ്ങനെ നമ്മൾ പ്രയോജനപ്പെടുത്തിയ ഗതാഗത മാർഗ്ഗങ്ങളാണ് കരഗതാഗതം, ജലഗതാഗതം, വ്യോമഗതാഗതം. അതിൽ കരഗതാഗതം നോക്കുകയാണെങ്കിൽ റോഡ് ഗതാഗതം ഉണ്ട്, റെയിൽ ഗതാഗതം ഉണ്ട്. ജലഗതാഗതത്തിൽ ഉൾനാടൻ ഗതാഗതം, കടൽ സമുദ്ര ഗതാഗതം. ഗതാഗതത്തിൽ ദേശീയ വ്യോമ ഗതാഗതം ആൻഡ് അന്തർദേശീയ വ്യോമ ഗതാഗതം. അതിൽ ഫസ്റ്റ് തന്നെ റോഡ് ഗതാഗതമാണ് പറയുന്നത്. റോഡ് ഗതാഗതം 1820 സ്കോട്ടിഷ് എഞ്ചിനീയർ ആയിട്ടുള്ള JL മക് ആദമാണ് ആധുനിക രീതിയിലുള്ള റോഡ് നിർമ്മാണത്തിന് തുടക്കമിട്ടത്. അപ്പൊ ആധുനിക രീതിയിലുള്ള റോഡ് നിർമ്മാണത്തിന് തുടക്കം കുറിച്ച വർഷമാണ് ഇത് എന്ന് പറയുന്നത് 1820. ഓക്കെ, ആധുനിക റോഡ് നിർമ്മിച്ച വ്യക്തിയാണ് ആര്? മക് ആദം. ഓക്കെ, JL മക് ആദം. എങ്ങനെയാണ്? കരിങ്കൽ കഷ്ണങ്ങൾ നിരത്തി റോഡ് റോളർ മെഷീനുകൾ ഉപയോഗിച്ച് നിർമ്മിക്കുന്ന ഇത്തരം റോഡുകളാണ് മക് ആദം റോഡുകൾ എന്ന് പറയുന്നത്. ഇനി അടുത്തത് ലോകത്തിലെ 2ാമത്തെ വലിയ റോഡ് ശൃംഖലയാണ് ഇന്ത്യക്ക്. ഓക്കെ, അപ്പോൾ ലോകത്തിലെ ഫസ്റ്റ് ഏറ്റവും വലിയ റോഡ് ശൃംഖലയുള്ള രാജ്യം ചോദിച്ചു കഴിഞ്ഞാൽ US ആണ്. 2ാമതാണ് ഏറ്റവും വലിയ റോഡ് ശൃംഖലയുള്ള രാജ്യമാണ് ഇന്ത്യ എന്ന് പറയുന്നത്. 3ാം സ്ഥാനത്ത് നിൽക്കുന്നത് ചൈനയാണ്. ഓക്കെ, 3ാം പ്ലേസിൽ നിൽക്കുന്നത് ചൈനയാണ്. 3 ചൈന. ഓക്കെ, ലോകത്തിലെ ഏറ്റവും വലിയ റോഡ് ശൃംഖലയുള്ള രാജ്യം USA, 2ാം സ്ഥാനത്ത് ഇന്ത്യ, 3ാം സ്ഥാനത്ത് ചൈന. ഇന്ത്യയിലെ പ്രധാന ഹൈവേകളാണ് സുവർണ ചതുഷ്കോണം ഉണ്ട്, വടക്ക് തെക്ക് ഇടനാഴിയും കിഴക്ക് പടിഞ്ഞാറ് ഇടനാഴിയും. അപ്പോൾ ആദ്യം സുവർണ ചതുഷ്കോണം പറയുന്നത് ഇന്ത്യയിലെ പ്രധാന വ്യാവസായിക കാർഷിക കേന്ദ്രങ്ങളെ ബന്ധിപ്പിക്കുന്ന ദേശീയപാത ശൃംഖലയാണ് സുവർണ ചതുഷ്കോണം. ഓക്കെ, പ്രധാന വ്യാവസായിക കാർഷിക കേന്ദ്രങ്ങളെ ബന്ധിപ്പിക്കുന്ന ദേശീയപാത ശൃംഖല സുവർണ ചതുഷ്കോണാണ്. ഡൽഹി, കൊൽക്കത്ത, മുംബൈ, ചെന്നൈ എന്നീ നഗരങ്ങളിലൂടെയും 12 സംസ്ഥാനങ്ങളിലൂടെയും ഈ പാത കടന്നു പോകുന്നു. അപ്പോൾ സുവർണ ചതുഷ്കോണം കടന്നു പോകുന്ന പാതകൾ ഏതൊക്കെയാണ്? നഗരങ്ങൾ ഏതൊക്കെയാണ്? ഡൽഹി, കൊൽക്കത്ത, മുംബൈ, ചെന്നൈ. ഓക്കെ, സുവർണ ചതുഷ്കോണം കടന്നു പോകുന്ന നഗരങ്ങളാണ് ഡൽഹി, കൊൽക്കത്ത, മുംബൈ ആൻഡ് ചെന്നൈ. ഓക്കെ, ഇനി ഇത് കടന്നു പോകുന്ന എത്ര സംസ്ഥാനങ്ങളിലാണ് സുവർണ ചതുഷ്കോണം കടന്നു പോകുന്നത്? 12 സംസ്ഥാനങ്ങളിലൂടെയാണ്. അടുത്തത് വടക്ക് തെക്ക് ഇടനാഴി ശ്രീനഗറിനെയും കന്യാകുമാരിയെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നു. ഓക്കെ, ശ്രീനഗർ ആൻഡ് കന്യാകുമാരിയെ തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ് വടക്ക് തെക്ക് ഇടനാഴി എന്ന് പറയുന്നത്. ഓക്കെ, വടക്ക് തെക്ക് ഇടനാഴി എന്ന് പറയുന്നത്. അടുത്തത് കിഴക്ക് പടിഞ്ഞാറ്. ഓക്കെ, കിഴക്ക് പടിഞ്ഞാറ് ഇടനാഴി എന്ന് പറയുന്നത്. അപ്പൊ കിഴക്ക് ഭാഗത്തുള്ള സിൽച്ചാർ, ഓക്കെ, സിൽച്ചാറിനെയും പിന്നെ അത് പോർബന്ദറിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ് ഏത്? കിഴക്ക് പടിഞ്ഞാറ് ഇടനാഴി എന്ന് പറയുന്നത്.
ഇനി റോഡ് ഗതാഗതത്തിന്റെ മേന്മകൾ താരതമ്യേന ചെലവ് കുറവാണ്, എല്ലാ വിഭാഗം ജനങ്ങൾക്കും പ്രാപ്യമാകുന്നു, ഹ്രസ്വദൂര യാത്രകൾക്ക് ഏറ്റവും അനുയോജ്യം, ഉൾപ്രദേശങ്ങളിലേക്കുള്ള ഗതാഗത മാർഗ്ഗമാണ്, വിവിധോദ്ദേശ സേവനം ലഭിക്കുന്നു. ഓക്കെ, ഇതൊക്കെയാണ് അതിന്റെ മേന്മകൾ എന്ന് പറയുന്നത്. ഇനി റെയിൽ ഗതാഗതമാണ്. കരയിലെ ഏറ്റവും വേഗതയേറിയ ഗതാഗത സംവിധാനമാണ് ഇതെന്ന് പറയുന്നത് റെയിൽ ഗതാഗതം. ഓക്കെ, കരയിലെ ഏറ്റവും വേഗതയേറിയ ഗതാഗത സംവിധാനം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് റെയിൽ ഗതാഗതമാണ്. ബ്രിട്ടനിലാണ് റെയിൽ ഗതാഗതം ആദ്യമായിട്ട് ആരംഭിക്കുന്നത്. ഓക്കെ, റെയിൽ ഗതാഗതം ആദ്യമായിട്ട് ആരംഭിക്കുന്നത് ബ്രിട്ടനിലാണ്. 1825 ജോർജ് സ്റ്റീഫൻസൺ ബ്രിട്ടനിലെ ആദ്യത്തെ ലോക്കോമോട്ടീവ് തീവണ്ടി എഞ്ചിൻ നിർമ്മിച്ചു. അങ്ങനെയാണ് തീവണ്ടി വരുന്നത്. ഓക്കെ, 1825 ജോർജ് സ്റ്റീഫൻസൺ ബ്രിട്ടനിൽ ആദ്യത്തെ ലോക്കോമോട്ടീവ് തീവണ്ടി എഞ്ചിൻ നിർമ്മിച്ചു. പിന്നീട് ഇത് പ്രവർത്തിക്കാൻ അന്ന് ഉപയോഗിച്ചിരുന്നത് കൽക്കരി ആയിരുന്നു. പിൽക്കാലത്ത് സാങ്കേതിക വിദ്യയുടെ ഫലമായി ഡീസൽ എഞ്ചിനുകളും ഇലക്ട്രിക് എഞ്ചിനുകളും നിലവിൽ വന്നു. ഓക്കെ, ഇനിയുള്ളത് വീണ്ടും അത് തന്നെ റിപ്പീറ്റ് ആയിട്ട് പറയുകയാണ്. 1825 ഇംഗ്ലണ്ടിലെ സ്റ്റോക്ടൺ, ഡാർലിംഗ്ടൺ എന്നീ നഗരങ്ങളെ ബന്ധിപ്പിച്ചുകൊണ്ടാണ് ലോകത്തെ ആദ്യത്തെ റെയിൽപാത നിർമ്മിക്കപ്പെടുന്നത്. ജോർജ് സ്റ്റീഫൻസൺ നിർമ്മിച്ച സ്റ്റീഫൻസൺ റോക്കറ്റ് എന്ന ലോക്കോമോട്ടീവ് ഈ പാതയിലൂടെ ഓടിച്ചുകൊണ്ടാണ് ലോകത്തെ റെയിൽ ഗതാഗതത്തിന് തുടക്കം കുറിച്ചത്. അപ്പോൾ ലോകത്തിലെ റെയിൽ ഗതാഗതം ആദ്യമായിട്ട് ആരംഭിച്ചത് ഇംഗ്ലണ്ടാണ്, ബ്രിട്ടനിൽ നിന്നാണ്. എന്നാണ് ആരംഭിച്ച വർഷം 1825. ആരാണത് നിർമ്മിച്ചത്? ജോർജ് സ്റ്റീഫൻസൺ ആണ് തീവണ്ടി നിർമ്മിച്ചത്. സ്റ്റീഫൻസ് റോക്കറ്റ് എന്ന പേര് അതിനുണ്ട് ലോക്കോമോട്ടീവിന്. അതുപോലെ തന്നെ എവിടെ മുതൽ എവിടെ വരെയായിരുന്നു ലോകത്തിലെ ആദ്യത്തെ റെയിൽപാത ചോദിച്ചു കഴിഞ്ഞാൽ സ്കോട്ട്ലൻഡ് മുതൽ ഡാർലിംഗ്ടൺ വരെയാണ്. ഇത്രയും കാര്യങ്ങൾ അവിടെ നിന്ന് മനസ്സിലാക്കി വെക്കുക. നെക്സ്റ്റ് നമുക്ക് ഇമ്പോർട്ടന്റ്, ഇന്ത്യയിൽ നിന്ന് അസംസ്കൃത വസ്തുക്കളും പ്രകൃതി വിഭവങ്ങളും കടൽ മാർഗം അവർ യൂറോപ്പിലേക്ക് കൊണ്ടുപോയിരുന്നു. അപ്പൊ ഈ വസ്തുക്കളും വിഭവങ്ങളും തുറമുഖങ്ങളിലേക്ക് എത്തിക്കാനുള്ള ഒരു സംവിധാനം എന്ന നിലയിലാണ് റെയിൽ ഗതാഗതം ഇന്ത്യയിൽ ആരംഭിക്കുന്നത്. ഓക്കെ, അപ്പൊ അവരുടെ ഒരു ഇതിന് വേണ്ടിയിട്ടാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് റെയിൽപാത അല്ലെങ്കിൽ റെയിൽവേ നിർമ്മിക്കുന്നത്. ഇനി ഇന്ത്യയിലെ ആദ്യത്തെ റെയിൽപാത പറയുന്നത് ബോംബെ മുതൽ താനെ വരെയായിരുന്നു 1853. ഇമ്പോർട്ടന്റ് ആണ്. ഇന്ത്യയിൽ ആദ്യത്തെ റെയിൽപാത ആരംഭിച്ചത് 1853 ബോംബെ മുതൽ താനെ വരെ. ഓക്കെ, കേരളത്തിലെ ആദ്യത്തെ റെയിൽപാത ആരംഭിച്ചത് ബേപ്പൂർ മുതൽ തിരൂർ വരെ 1861. ഇമ്പോർട്ടന്റ് ആണ്, 1861. ഇനി ദൈനംദിന യാത്രയ്ക്കും ചരക്ക് നീക്കത്തിനും വിനോദയാത്രയ്ക്കും ജനങ്ങൾ പ്രധാനമായും ആശ്രയിക്കുന്ന ഗതാഗത സംവിധാനമാണ് റെയിൽവേ. വളരെ വിപുലമായ റെയിൽവേ ശൃംഖല ഇന്ത്യയിൽ നിലവിലുണ്ട്. ലോകത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ റെയിൽവേ സംവിധാനമുള്ള രാജ്യങ്ങളിൽ ഒന്നാണ് നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത്. ഗതാഗത സൗകര്യം മെച്ചപ്പെടുത്തുന്നതിനും അന്തരീക്ഷ മലിനീകരണം കുറയ്ക്കുന്നതിനും ഇന്ത്യയിലെ പ്രധാന നഗരങ്ങളിൽ മെട്രോ റെയിൽ സംവിധാനം ആരംഭിച്ചിരുന്നു. അപ്പോൾ മെട്രോ റെയിൽ എന്തിനു വേണ്ടിയിട്ടാണ്? മെയിനായിട്ട് അന്തരീക്ഷ മലിനീകരണം കുറയ്ക്കാൻ വേണ്ടിയിട്ട് നഗരങ്ങളിൽ ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ മെട്രോ റെയിലിനെ കുറിച്ച് പറയുന്നത് വൻ നഗരങ്ങളിലെ യാത്രാക്ലേശം പരിഹരിക്കുന്നതിനും അന്തരീക്ഷ മലിനീകരണം കുറയ്ക്കുന്നതിനുമാണ് മെട്രോ റെയിൽ ആരംഭിച്ചിട്ടുള്ളത്. കൊൽക്കത്ത, ഡൽഹി, മുംബൈ, ബാംഗ്ലൂരു, ചെന്നൈ, കൊച്ചി തുടങ്ങിയ പ്രധാന നഗരങ്ങളിലെല്ലാം മെട്രോ റെയിൽ സംവിധാനം ഇന്ത്യയിലുണ്ട്. ഇനി റെയിൽ ഗതാഗതത്തിന്റെ മേന്മകൾ, കൂടുതൽ പേർക്ക് യാത്ര ചെയ്യാൻ കഴിയുന്ന ഏറ്റവും ചെലവ് കുറഞ്ഞ ഗതാഗത മാർഗം റെയിൽ ഗതാഗതമാണ്. കൂടുതൽ ചരക്ക് നീക്കത്തിന് സഹായിക്കുന്നു, സമ്പദ് വ്യവസ്ഥയുടെ വളർച്ചയിൽ പ്രധാന പങ്കുവഹിക്കുന്നു, വ്യാപാരത്തിന്റെ വികാസത്തിനും പങ്കുവഹിക്കുന്നു. ഓക്കെ, കേരളത്തിന്റെ ഗതാഗത ഭൂപടം നിരീക്ഷിച്ച് റെയിൽ ഗതാഗതം ഇല്ലാത്ത ജില്ലകൾ കണ്ടെത്തുക. ഏതൊക്കെയാണ്? ഇടുക്കി ആൻഡ് വയനാട്. ഇനിയുള്ളത് ഏതാണ്? ജലഗതാഗതമാണ്. ഓക്കെ, ജലഗതാഗതം എന്ന് പറയുന്നത് ആദ്യം നമ്മൾ ഒറ്റത്തടിയും ചങ്ങാടവും ഉപയോഗിച്ചിരുന്ന മനുഷ്യർ മരത്തടിയുടെ മധ്യഭാഗം തീയിട്ട് കരിച്ച് പൊള്ളയാക്കി ആദ്യകാലത്ത് തോണികൾ നിർമ്മിച്ചിരുന്നു. ഓക്കെ, ഇനി മെസോപ്പൊട്ടേമിയൻ സംസ്കാരത്ത് ജനത വ്യാപകമായിട്ട് കപ്പലുകൾ പോലെയുള്ള ജലയാനങ്ങൾ ഉപയോഗിച്ചിരുന്നു. തുഴകളാലും നീളം കൊമ്പുകളാലും മുന്നോട്ട് നീക്കിക്കൊണ്ട് പോകുന്ന വിധത്തിൽ വലുപ്പത്തിലുള്ള ജലയാനങ്ങൾ ഇവർ നിർമ്മിച്ചിരുന്നു. ചരക്ക് നീക്കത്തിനും സഞ്ചാരത്തിനും ഈ ജലയാനങ്ങൾ ഉപയോഗിച്ചിരുന്നു. അപ്പോൾ മെസോപ്പൊട്ടേമിയൻ സംസ്കാരത്തിലുള്ള ജനതയ്ക്ക് എന്താ അറിയായിരുന്നു? ഈ ജലഗതാഗതങ്ങൾ ഉപയോഗിച്ചിരുന്നു. ഓക്കെ, ഇനി സിന്ധു നദീതട സംസ്കാര കേന്ദ്രമായിട്ടുള്ള ഗുജറാത്തിലെ ലോഥലിൽ കപ്പൽ നിർമ്മാണ കേന്ദ്രത്തിന്റെ അതായത് ഡോക്ക് യാർഡിന്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ കപ്പൽ നിർമ്മാണ കേന്ദ്രത്തിന്റെ അവശിഷ്ടം കണ്ടെത്തിയിട്ടുള്ള സിന്ധു നദീതട സംസ്കാര കേന്ദ്രമാണ് ഇത് പറയുന്നത് ഗുജറാത്തിലെ ലോഥൽ എന്ന് പറയുന്നത്. അപ്പോൾ ഗുജറാത്തിലെ ലോഥൽ എന്ന് പറയുന്നിടത്ത് എന്താണ് കണ്ടെത്തിയിട്ടുള്ളത്? ഗുജറാത്തിലെ ലോഥല് കപ്പൽ നിർമ്മാണ കേന്ദ്രം. ഓക്കെ, സിന്ധു നദീതട സംസ്കാരത്തിന്റെ ഭാഗമായിട്ടുള്ള കപ്പൽ നിർമ്മാണ കേന്ദ്രം കണ്ടെത്തിയിട്ടുണ്ട്. എവിടെയാണ്? ഗുജറാത്തിലെ ലോഥൽ. ഓക്കെ, ഇനിയുള്ളത് ലോഥലിൽ നിന്ന് കണ്ടെത്തിയ മുദ്രകളും ഹാരപ്പയിൽ നിന്ന് കണ്ടെത്തിയ മെസോപ്പൊട്ടേമിയൻ മുദ്രകളും ബോട്ടിന്റെ രൂപങ്ങൾ പതിച്ചിട്ടുണ്ട്. ഇത് അക്കാലത്ത് ജലഗതാഗതം നിലനിന്നതിന്റെ തെളിവായിട്ട് കണക്കാക്കപ്പെടുന്നു. ഓക്കെ, ഈ ജലഗതാഗതത്തെ ഉൾനാടൻ ജലഗതാഗതം എന്നും സമുദ്ര ജലഗതാഗതം എന്നിങ്ങനെ രണ്ടായി തരം തിരിക്കാം. റെയിൽവേ കടന്നു വരുന്നതിന് മുമ്പ് ഇന്ത്യയിലെ പ്രധാന ഗതാഗത മാർഗമായിരുന്നു ഉൾനാടൻ ജലഗതാഗതം. നദികളും കായലുകളും ധാരാളമുള്ള പ്രദേശത്താണ് ഉൾനാടൻ ജലഗതാഗതം പുരോഗമിച്ചത്. പിൽക്കാലത്ത് ഇതെന്തായി മാറി? കനാലുകൾ നിർമ്മിക്കപ്പെടുകയുണ്ടായി. ഓക്കെ,
ഇനി കേരളത്തിലെ ഉൾനാടൻ ജലഗതാഗത പാതകളാണ് കേരളത്തിലെ ഇമ്പോർട്ടന്റ് ആണ്. കൊല്ലം മുതൽ കോട്ടപ്പുറം വരെയുള്ള നാഷണൽ വാട്ടർവേ 3 ആണ്. ഓക്കെ. പിന്നെ കോഴിക്കോട് മുതൽ കൊടുങ്ങല്ലൂർ വരെയുള്ള കനോലി കനാലും എന്നിവയാണ് പ്രധാനപ്പെട്ട 2 ഉൾനാടൻ ജലഗതാഗത പാതകൾ കേരളത്തിലെ ഇമ്പോർട്ടന്റ് ആണ്. കൊല്ലം മുതൽ കോട്ടപ്പുറം വരെയുള്ള നാഷണൽ വാട്ടർവേ 3യും അതുപോലെ തന്നെ കോഴിക്കോട് മുതൽ കൊടുങ്ങല്ലൂർ വരെയുള്ള കനോലി കനാലും എന്തിനുദാഹരണമാണ്? കേരളത്തിലെ പ്രധാനപ്പെട്ട 2 ഉൾനാടൻ ജലഗതാഗതയ്ക്ക് ഉദാഹരണമാണ്. റെയിൽ സംവിധാനം ശക്തിപ്പെടുന്നതുവരെ ചരക്ക് നീക്കത്തിന് പ്രധാനമായും ഈ ജലപാതകളെയാണ് ആശ്രയിച്ചിരുന്നത്. ഉൾനാടൻ ജലപാതകൾ ഇന്ന് വൻതോതിൽ വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്നുണ്ട്. ഇനി നഗരങ്ങളിലേക്ക് കൽക്കരി കൊണ്ടുപോകുന്നതിനുള്ള മാർഗം എന്ന നിലയിലാണ് യൂറോപ്യർ ആദ്യകാലത്ത് കനാലുകൾ നിർമ്മിച്ചിരുന്നത്. ക്രമേണ ഇത്തരം കനാലുകൾ ജലയാത്രയ്ക്ക് കൂടുതൽ ഉപയോഗിക്കാൻ തുടങ്ങി. കേരളത്തിൽ നിർമ്മിക്കപ്പെട്ട കനാലുകളാണ് കനോലി കനാലും പാർവതി പുത്തനാർ. ഓക്കെ, കനോലി കനാൽ ആൻഡ് പാർവതി പുത്തനാർ കേരളത്തിൽ നിർമ്മിക്കപ്പെട്ട കനാലുകളാണ്. കിഴക്കിന്റെ വെനീസ് എന്നറിയപ്പെടുന്നത് ആലപ്പുഴ ജില്ലയാണ്. ഓക്കെ, കിഴക്കിന്റെ വെനീസ് എന്നറിയപ്പെടുന്ന ജില്ല ഏതാണ്? ആലപ്പുഴ ജില്ലയാണ്. കനോലി കനാലും പാർവതി പുത്തനാറും കേരളത്തിൽ നിർമ്മിക്കപ്പെട്ട കനാലുകളാണ്. അപ്പോൾ കനോലി കനാലാണ്. ബ്രിട്ടീഷ് ഭരണകാലത്ത് മലബാർ ജില്ലാ കളക്ടറായിരുന്ന HV കനോലി 1845 കോഴിക്കോട് മുതൽ കൊടുങ്ങല്ലൂർ വരെ വിശാലമായ ജലഗതാഗത മാർഗം എന്ന ആശയം മുന്നോട്ട് വെച്ചു. പിന്നീട് പൊന്നാനി ചാവക്കാട് ഭാഗങ്ങൾ കൂടി ഉൾപ്പെടുത്തി കൊടുങ്ങല്ലൂർ വരെയുള്ള പുഴകളെ ബന്ധിപ്പിച്ചു കൊണ്ട് കനാലുകൾ നിർമ്മിച്ചു. ഈ ജലപാതയാണ് കനോലി കനാൽ എന്നറിയപ്പെടുന്നത്. അപ്പോൾ കനോലി കനാൽ നിർമ്മിക്കപ്പെട്ട വർഷമാണ് 1845. ആരുടെ നേതൃത്വത്തിലായിരുന്നു? മലബാർ ജില്ലാ കളക്ടർ ആയിരുന്ന HV കനോലിയുടെ. ഓക്കെ, എവിടെ മുതൽ എവിടെ വരെയാണ്? കോഴിക്കോട് മുതൽ കൊടുങ്ങല്ലൂർ വരെയാണ്. പിന്നീട് അത് പൊന്നാനി ചാവക്കാട് തുടങ്ങിയ സ്ഥലങ്ങളെയും കൂടി ഉൾപ്പെടുത്തി. ഓക്കെ, ഇനി പാർവതി പുത്തനാറാണ്. തിരുവനന്തപുരം ജില്ലയിലെ വേളി കഠിനകുളം കായലുകളെ ബന്ധിപ്പിച്ചുകൊണ്ട് നിർമ്മിച്ച കനാലാണ് പാർവതി പുത്തനാർ. ഓക്കെ, തിരുവനന്തപുരം ജില്ലയിലാണ് പാർവതി പുത്തനാർ. ഏത് ജില്ലയിലാണ്? തിരുവനന്തപുരം ജില്ലയിലാണ്. വേളി കായലിനെയും കഠിനകുളം കായലിനെയും തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ടാണ് പാർവതി പുത്തനാർ കനാൽ നിർമ്മാണത്തിൽ വന്നത്. ഇനി നമ്മൾ ആദ്യം ഉപയോഗിച്ചിരുന്ന കപ്പലുകളുടെ കാര്യം പറയാണ്. ആവിയന്ത്രത്തിന്റെ കണ്ടെത്തലോടുകൂടി ആവിശക്തി ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന കപ്പലുകൾ നിർമ്മിക്കുകയും കടൽയാത്ര കൂടുതൽ സുരക്ഷിതമാവുകയും ചെയ്തു. പിന്നീട് ഇന്ധനങ്ങൾ ഉപയോഗിക്കുന്ന കപ്പലുകൾ നിർമ്മിക്കപ്പെടുകയാണ് ഉണ്ടായത്. ഇനി ജലഗതാഗതത്തിന്റെ മേന്മകൾ. താരതമ്യേന ചെലവ് കുറവ്. ഏറ്റവും ചെലവ് കുറഞ്ഞ ഗതാഗത മാർഗമാണ് ഇതെന്ന് പറയുന്നത് ജലഗതാഗതം എന്ന് പറയുന്നത്. മലിനീകരണം കുറവാണ്. ചരക്ക് സംവഹന ശേഷി ആൻഡ് വിദേശ വ്യാപാരം. സമുദ്രതീരത്ത് കപ്പൽ അടുപ്പിക്കുന്ന സ്ഥലമാണ് തുറമുഖം. കേരളത്തിലെ പ്രധാന തുറമുഖങ്ങൾ ഏതൊക്കെയാണെന്ന് പാഠത്തിന്റെ അവസാന ഭാഗത്ത് നൽകിയിട്ടുള്ള പേജ് നമ്പർ 130 ഗതാഗതം നിരീക്ഷിക്കുക. അപ്പോൾ അത് നമുക്ക് നോക്കാം. ഓക്കെ, ഇനി വ്യോമഗതാഗതം. ഫ്രാൻസിലെ ഒരു കടലാസ് ഫാക്ടറി ഉടമയായിരുന്ന ജാക്കിസ് മോണ്ട് ഗോൾഫിയർ നനഞ്ഞ വസ്ത്രം പെട്ടെന്ന് ഉണക്കുന്നതിനായി തൂക്കിയിട്ടിരുന്ന വസ്ത്രത്തിന് താഴെ തീക്കുട്ടി കത്തിക്കുകയായിരുന്ന ജാക്കിസിന്റെ ഭാര്യ ഉണങ്ങാനിട്ടിരുന്ന വസ്ത്രം ആകാശത്തേക്ക് പറന്നു വരുന്ന അദ്ദേഹത്തിന് അതിശയം ഉളവാക്കി. ആ കാഴ്ചയെ ജാക്കിസിനെ ഏറെ ചിന്തിപ്പിച്ചു. പിന്നീട് ദിവസങ്ങൾ അദ്ദേഹത്തിന് വിശ്രമം ഉണ്ടായില്ല. തന്റെ സഹോദരനായ ജോസഫ് മോണ്ട് ഗോൾഫിയറുമായി ചേർന്ന് ജാക്കിസ് ഒരു കൂറ്റൻ ബലൂൺ ഉണ്ടാക്കി. ചൂടുവായി നിറച്ച ആ ബലൂൺ അവരെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് മുകളിലേക്ക് ഉയർന്നു. അതിനുശേഷം ബലൂണിന്റെ കീഴ്ഭാഗത്ത് കുട്ട വെച്ച് പിടിപ്പിച്ച് സ്വന്തം വീട്ടിലെ കോഴി, താറാവ് എന്നിവയെ യാത്രയാക്കി. തുടർന്ന് ജാക്കിസ് ജോസഫും ആ ബലൂൺ വാഹനത്തിൽ പാരീസ് നഗരത്തിന് മുകളിലൂടെ അരമണിക്കൂർ ദൂരം പറന്നു. ഓക്കെ, കുറിപ്പ് വായിച്ചല്ലോ. 1783 ഉണ്ടായ സംഭവമാണിത്. പിന്നീട് ആകാശയാത്രകൾക്ക് തുടക്കമിട്ടത്. ഓക്കെ, 1783 മനുഷ്യൻ എന്ത് ചെയ്യുന്നത്? ആദ്യമായിട്ട് ആകാശയാത്രയ്ക്ക് തുടക്കം കൊടുക്കുന്നത്. ചൂടുവായി നിറച്ച ബലൂണുകളാണ് ആദ്യം ആകാശയാത്രയ്ക്ക് ഉപയോഗിച്ചത്. അതിനുശേഷം സാന്ദ്രത കുറഞ്ഞ വാതകങ്ങൾ വലിയ ബലൂണുകളിൽ നിറച്ച് ആകാശ കപ്പലുകൾ നിർമ്മിച്ചു. അതിനുശേഷം വേഗത കുറച്ച് താഴെ എത്താൻ സഹായിക്കുന്ന പാരച്യൂട്ടുകൾ കണ്ടുപിടിച്ചു. എന്നാൽ ഇവയൊന്നും എന്തായിരുന്നില്ല, മനുഷ്യർക്ക് സൗകര്യപ്രദമായി നിയന്ത്രിച്ച് ഉപയോഗിക്കാൻ കഴിഞ്ഞിരുന്നില്ല എന്നുള്ളതാണ്. അങ്ങനെയാണ് വിമാനം വരുന്നത്. ഇന്നത്തെ വിമാനത്തിന്റെ ആദ്യ രൂപം എന്ന് പറയാവുന്ന തരത്തിൽ വിമാനം നിർമ്മിച്ചത് അമേരിക്കക്കാരനായിട്ടുള്ള ഓർവിൽ റൈറ്റ് ആൻഡ് വിൽബർ റൈറ്റ് ആണ്. അതായത് റൈറ്റ് സഹോദരന്മാരാണ് ആദ്യമായിട്ട് വിമാനം നിർമ്മിച്ചിട്ടുള്ളത്. അപ്പൊ ആദ്യമായിട്ട് വിമാനം നിർമ്മിച്ചത് ആരാണ്? റൈറ്റ് സഹോദരങ്ങളാണ്, ഓർവിൽ റൈറ്റും വിൽബർ റൈറ്റും. ഇവർ നിർമ്മിച്ച ആദ്യ വിമാനത്തിന്റെ പേരാണ് ഫ്ലയർ 1. എന്താണ്? ഫ്ലയർ 1 എന്നാണ് റൈറ്റ് സഹോദരന്മാർ നിർമ്മിച്ച ആദ്യ വിമാനത്തിന്റെ പേര്. അത് അമേരിക്കയിലെ നോർത്ത് കരോലീനയിൽ നിന്ന് 1903 ഡിസംബർ 17 ഫ്ലയർ 1 പറന്നുയർന്നത്. ഓക്കെ, 1903 ഡിസംബർ 17 ആദ്യത്തെ വിമാനം, ലോകത്തിലെ ആദ്യത്തെ വിമാനമായ റൈറ്റ് സഹോദരന്മാര് നിർമ്മിച്ച വിമാനം ഫ്ലയർ 1 പറന്നുയർന്നത്. കാലക്രമേണ ഹെലികോപ്റ്റർ, ജെറ്റ് വിമാനങ്ങൾ, യാത്രാ വിമാനങ്ങൾ, സൂപ്പർസോണിക് വിമാനങ്ങൾ എന്നിവ നിർമ്മിക്കാൻ മനുഷ്യന് സാധിച്ചു. ഓക്കെ,
രാജ്യത്തിനകത്തും പുറത്തും ദീർഘദൂര യാത്രകൾക്കായി വളരെയേറെ പ്രയോജനപ്പെടുത്തുന്ന ഒരു യാത്രാമാർഗമാണ് വ്യോമഗതാഗതം. ഏറ്റവും വേഗതയേറിയ ഗതാഗത സംവിധാനമാണ് വ്യോമഗതാഗതം. സൈനിക ആവശ്യങ്ങൾക്കായിട്ട് നമ്മൾ വ്യോമഗതാഗത സംവിധാനം ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ഏറ്റവും വേഗതയേറിയ ഗതാഗത സംവിധാനം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് വ്യോമഗതാഗതമാണ്. ഇന്ത്യയിലെ വ്യോമഗതാഗതം 20-ാം നൂറ്റാണ്ടിന്റെ ആരംഭത്തോടെയാണ് ഇന്ത്യയിൽ വ്യോമഗതാഗതം ആരംഭിക്കുന്നത്. 1911 അലഹബാദിൽ നിന്ന് 10 കിലോമീറ്റർ മാത്രം അകലെയുള്ള നൈനിയിലേക്ക് കത്തുകൾ വഹിച്ചു കൊണ്ടുപോകുന്ന വിമാനം പറന്നുയർന്നതോടുകൂടിയാണ് ഇന്ത്യയിൽ വ്യോമഗതാഗതത്തിന് തുടക്കം കുറിച്ചത്. ആൾക്കാരെ കൊണ്ടല്ല പോയത്, എന്താണ്, കത്തുകൾ കൊണ്ടാണ് ആദ്യത്തെ വിമാനം പോയത്. 1911 അലഹബാദ് മുതൽ നൈനി വരെ 10 കിലോമീറ്റർ ദൂരത്തേക്ക് മാത്രം, നൈനി വരെയാണ് ആദ്യത്തെ വിമാനം പറന്നുയർന്നത്. ഇനി 1912 ഇന്ത്യയിലേക്കും തിരിച്ചുമുള്ള ആദ്യത്തെ അന്താരാഷ്ട്ര വിമാനം ലണ്ടനിൽ നിന്ന് കറാച്ചിയിലേക്കും അവിടെ നിന്ന് ഡൽഹിയിലേക്കും സർവീസ് നടത്തി. ഓക്കെ, അപ്പോൾ മനുഷ്യരെ വഹിച്ചു കൊണ്ടുപോകുന്ന 1912 ഇന്ത്യയിലെ ആദ്യത്തെ അന്താരാഷ്ട്ര വിമാനം ലണ്ടനിൽ നിന്ന് കറാച്ചിയിലേക്കും അവിടെ നിന്ന് ഡൽഹിയിലേക്കും സർവീസ് നടത്തിയത്. ഇന്ത്യയിലെ ആദ്യത്തെ വാണിജ്യ വിമാന കമ്പനിയായ ടാറ്റ എയർലൈൻസ് 1932 കറാച്ചി മുതൽ മുംബൈ വരെ ആദ്യ സർവീസ് നടത്തി. അപ്പോൾ ഇന്ത്യക്കകത്ത് ആദ്യമായിട്ട് സർവീസ് നടത്തിയത് ടാറ്റ എയർലൈൻസ് ആണ് 1932. ഇന്ത്യയിലെ ആദ്യത്തെ വിമാനത്താവളം മുംബൈയിലെ ജുഹുവിലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ വിമാനത്താവളം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? മുംബൈയിലെ ജുഹുവിലാണ്. ലോകത്തിലെ ഏറ്റവും വിപുലമായ വ്യോമഗതാഗത ശൃംഖലയുള്ള രാജ്യങ്ങളിൽ ഒന്നായിട്ട് ഇന്ത്യ മാറിയിരിക്കുന്നു. ഓക്കെ, ഇന്ത്യയിൽ ആദ്യം 1911 അലഹബാദിൽ നിന്ന് 10 കിലോമീറ്റർ വെറും കത്തുകൾ കൊണ്ടുള്ള ഒരു വിമാനം പറന്നത്. അതിനുശേഷം 1912 ഇന്ത്യയിലേക്കും തിരിച്ചുമുള്ള ആദ്യത്തെ അന്താരാഷ്ട്ര വിമാനത്താവളം ലണ്ടനിൽ നിന്ന് കറാച്ചിയിലേക്കും പിന്നീട് ഡൽഹിയിലേക്കും സർവീസ് നടത്തി. എന്നാൽ ഇന്ത്യക്ക് അകത്ത് ആദ്യമായിട്ട് കറാച്ചി മുതൽ മുംബൈ വരെ ആദ്യ സർവീസ് നടത്തിയത് 1932 ടാറ്റ എയർലൈൻസ്. ഇന്ത്യയിലെ ആദ്യത്തെ വിമാനത്താവളം സ്ഥിതി ചെയ്യുന്നത് മുംബൈയിലെ ജുഹുവിലാണ്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ അവിടെ നോക്കാം. വ്യോമഗതാഗതത്തിന്റെ മേന്മകൾ: ഏറ്റവും വേഗതയേറിയ ഗതാഗത മാർഗം, വിവിധ ഭൂഖണ്ഡങ്ങളെ രാജ്യങ്ങളെയും തമ്മിൽ ബന്ധിപ്പിക്കുകയും ഭൂമി ഒരു ആഗോള ഗ്രാമമാക്കുകയും ചെയ്യുന്നു. ദേശീയ പ്രതിരോധത്തിന് ഉപയോഗിക്കുന്നു. വിനോദസഞ്ചാരം, പ്രകൃതി ദുരന്ത രക്ഷാപ്രവർത്തനങ്ങളിലും ഉപയോഗിക്കുന്നു. ഇനി നെക്സ്റ്റ്, ആശയവിനിമയം. എന്താണ് ആശയവിനിമയം? ഒരിടത്തിൽ നിന്നോ ഒരു വ്യക്തിയിൽ നിന്നോ വിവരങ്ങൾ മറ്റൊരിടത്തേക്കോ മറ്റൊരാളിലേക്കോ കൈമാറുന്നതിന് നമ്മൾ എന്ത് പറയുന്നു? ആശയവിനിമയം എന്ന് പറയുന്നു. ഇനി നമുക്ക് നോക്കാം. ഓക്കെ, 5000 വർഷങ്ങൾക്ക് മുമ്പാണ് മനുഷ്യൻ എന്ത് ചെയ്യുന്നത്? എഴുത്തുവിദ്യ രൂപപ്പെടുന്നത്. അപ്പൊ ആദ്യമായി എഴുത്തുവിദ്യ വികസിപ്പിച്ചെടുത്തത് സുമേറിയൻ ജനതയാണ് ആദ്യമായിട്ട് എഴുത്തുവിദ്യ ഉപയോഗിക്കുന്നത്. ആ എഴുത്തുവിദ്യയുടെ പേരാണ് എന്തെന്ന് പറയുന്നത്? ക്യൂണിഫോം. ഓക്കെ, ക്യൂണിഫോം. ഓക്കെ, അപ്പൊ ആദ്യത്തെ എഴുത്തുവിദ്യ ആരംഭിച്ച ആരാണ്? സുമേറിയൻ ജനതയാണ്. ആ സുമേറിയൻ ജനത ഉപയോഗിച്ചിരുന്ന എഴുത്തുവിദ്യ ക്യൂണിഫോം എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഇതെങ്ങനെയാണ്? കളിമൺ ഫലകങ്ങളിലായിരുന്നു എഴുതിയിരുന്നത്. എങ്ങനെയാണ്? കളിമൺ ഫലകങ്ങളിലാണ് ഈ എഴുത്തുവിദ്യ എഴുതിയിരുന്നത്. എന്നാൽ ഈജിപ്തിൽ ഉടലെടുത്ത ലിപിയാണ് ഇത് പറയുന്നത് ഹൈറോഗ്ലിഫിക്സ് ലിപി. എഴുത്തുവിദ്യയാണിത് ഹൈറോഗ്ലിഫിക്സ്. അപ്പൊ ഹൈറോഗ്ലിഫിക്സ് ലിപി എവിടെ നിന്നുള്ളതാണ്? ഈജിപ്തിൽ നിന്ന് രൂപം കൊണ്ടിട്ടുള്ളതാണ്. ക്യൂണിഫോം ലിപി സുമേറിയൻ ജനതയുടെ ആണ് എഴുത്തുവിദ്യയാണ് ക്യൂണിഫോം ലിപി എന്ന് പറയുന്നത്. ലോകത്തിലെ തന്നെ ആദ്യത്തെ എഴുത്തുവിദ്യയാണ് എന്ന് പറയുന്നത് ക്യൂണിഫോം ലിപി. അത് കളിമൺ ഫലകങ്ങളിലാണ് എഴുതിയിരുന്നത്. ഇനി അടുത്തത്, എഴുതാൻ ഉപയോഗിച്ചിരുന്ന പ്രതലം ഉപകരണമാണ്. ശിലകളിൽ ഉപയോഗിച്ചിരുന്നത് കൂർത്ത കല്ലുകൾ കൊണ്ടാണ്. ചെമ്പ് തകിടിലാണെങ്കിൽ ലോഹ എഴുത്താണി ഉപയോഗിച്ചിരുന്നു. താളി ഓലകളിൽ എഴുതാൻ എഴുത്താണി അല്ലെങ്കിൽ നാരായമായിരുന്നു ഉപയോഗിച്ചിരുന്നത്. ഇനി അടുത്തത് അച്ചടിയാണ്. ഓക്കെ, അച്ചടി യന്ത്രം. അച്ചടി സാങ്കേതിക വിദ്യ കണ്ടുപിടിച്ചത് ചൈനക്കാരാണ്. ഓക്കെ, ആരാണ് ആദ്യമായി അച്ചടി വിദ്യ കണ്ടുപിടിച്ചത്? ചൈനക്കാരാണ്. അച്ചടി യന്ത്രങ്ങൾ മരക്കട്ട ഉപയോഗിച്ചിട്ടാണ് അന്നത്തെ കാലത്തൊക്കെ ഉപയോഗിച്ചിരുന്നത്. ഓക്കെ, അച്ചടി യന്ത്രങ്ങൾ മരക്കട്ടകൾ കൊണ്ടാണ് ഉപയോഗിച്ചിരുന്നത്. പിന്നീട് ജർമ്മൻകാരനായിട്ടുള്ള ഗുട്ടൻബർഗ് ഇരുമ്പ് ഉപയോഗിച്ചിട്ടുള്ള അച്ചടി യന്ത്രം കണ്ടുപിടിച്ചു. അപ്പൊ അച്ചടി യന്ത്രം കണ്ടുപിടിച്ചത് ആരാണ്? ഗുട്ടൻബർഗ് ആണ്. യാന്ത്രിക അച്ചടി യന്ത്രം കണ്ടുപിടിച്ചത് ഗുട്ടൻബർഗ് ആണ്. ഓക്കെ, അച്ചടിയോട് വരവോടുകൂടി ആശയങ്ങളും വാർത്തകളും വേഗത്തിൽ പ്രചരിക്കാൻ തുടങ്ങി. ഇവിടെ ഒരു ഇമ്പോർട്ടന്റ് കാര്യമുണ്ട്. സംക്ഷേപ വേദാർത്ഥം പൂർണ്ണമായി മലയാളത്തിൽ അച്ചടിച്ച ആദ്യ പുസ്തകമാണ് സംക്ഷേപ വേദാർത്ഥം. ഇമ്പോർട്ടന്റ് ആണ്. ഇനി ആശയങ്ങളും സന്ദേശങ്ങളും വാർത്തകളും എത്തിക്കുന്നതിന് തപാൽ സംവിധാനം വ്യാപകമായി ഉപയോഗിക്കാൻ തുടങ്ങി. ഓക്കെ, അച്ചടി യന്ത്രമൊക്കെ വന്നു. ഗതാഗത രംഗത്തുണ്ടായ പുരോഗതിയും ആശയവിനിമയമൊക്കെ സ്വാധീനിച്ചുകൊണ്ടാണ് തപാൽ വരുന്നത്. അതിനു ശേഷം ശാസ്ത്ര സാങ്കേതിക രംഗങ്ങളിലുണ്ടായ വികാസം ആശയവിനിമയ രംഗത്ത് വൻ കുതിച്ചാട്ടങ്ങൾ വഴിയൊരുക്കി. ഇന്റർനെറ്റിന്റെയും അനുബന്ധ സേവനങ്ങൾ കടന്നു വരുന്നത് ആശയവിനിമയ രംഗത്തെ വിപ്ലവകരമായി മാറ്റാൻ സഹായിച്ചു. ഓക്കെ, ഇനിയുള്ളത് 2 രീതിയിലുള്ള ആശയവിനിമയങ്ങളാണുള്ളത്.
അതിലൊന്ന് വ്യക്തിഗത ആശയവിനിമയം, 2 ബഹുജന ആശയവിനിമയം. അതിൽ വ്യക്തിഗത ആശയവിനിമയം എന്ന് പറയുന്നത് ഒരു വ്യക്തിയിൽ നിന്ന് മറ്റൊരു വ്യക്തിയിലേക്ക് സന്ദേശങ്ങളോ ആശയങ്ങളോ വിനിമയം ചെയ്യുന്ന വ്യക്തിഗത ആശയവിനിമയം എന്ന് പറയുന്നത്. ഓക്കെ, എന്താണ് ഒരു വ്യക്തിയിൽ നിന്ന് മറ്റൊരു വ്യക്തിയിലേക്ക് നമ്മൾ വിവരങ്ങൾ കൊടുക്കുന്ന ആശയവിനിമയം നടത്തുന്ന വ്യക്തിഗത ആശയവിനിമയം എന്ന് പറയുന്നു. അതിനുപയോഗിക്കുന്ന പ്രയോജനപ്പെടുത്തുന്ന ഉപാധികളാണ് വ്യക്തിഗത ആശയവിനിമയ ഉപാധികൾ എന്ന് പറയുന്നത്. അപ്പോൾ വ്യക്തിഗത ആശയവിനിമയ ഉപാധികളാണ് ഇൻലൻഡ്, ടെലഗ്രാഫ്, ടെലിഫോൺ, ഫാക്സ് മെഷീൻ, ഇന്റർനെറ്റ്, ഇമെയിൽ, മൊബൈൽ ഫോൺ എന്നൊക്കെ പറയുന്നത് വ്യക്തിഗത ആശയവിനിമയ ഉപാധികളാണ്. എങ്കിൽ ബഹുജന ആശയവിനിമയം എന്ന് പറയുന്നത് ഒരു സന്ദേശമോ ആശയമോ വലിയൊരു ജനവിഭാഗത്തിലേക്ക് എത്തിക്കുന്നതാണ് ബഹുജന ആശയവിനിമയം. ഇതിനായി പ്രയോജനപ്പെടുത്തുന്ന മാധ്യമങ്ങളാണ് ബഹുജന ആശയവിനിമയ ഉപാധികൾ എന്ന് പറയുന്നത്. ഒരുപാട് പേർക്ക് ഓക്കെ അങ്ങനെയുള്ളതാണ്. ഉദാഹരണം തന്നിട്ടുണ്ട്. വർത്തമാന പത്രങ്ങൾ, റേഡിയോ, ടെലിവിഷൻ, സെമിനാർ, പൊതുയോഗം, തെരുവ് നാടകം എന്നിവയൊക്കെ എന്താണ് ബഹുജന ആശയവിനിമയ ഉപാധികളാണ്. ഇനി ഇന്റർനെറ്റ് അധിഷ്ഠിത നൂതന ആശയവിനിമയ സാങ്കേതിക വിദ്യ. ലോകമെമ്പാടും കമ്പ്യൂട്ടറുകൾ ബന്ധിപ്പിക്കുന്ന ശൃംഖല ഏതാണ്? ഇന്റർനെറ്റ്. പലതരത്തിലുള്ള വിവരങ്ങൾ നമുക്ക് ഇന്റർനെറ്റിലൂടെ സഹായത്തോടെ ലഭിക്കുന്നു. ഇന്റർനെറ്റിന്റെ സാധ്യത പ്രയോജനപ്പെടുത്തി ഉപയോഗിക്കുന്ന ചില നൂതന ആശയവിനിമയ സംവിധാനം ചുവടെ നൽകുന്നു. ഫസ്റ്റ് വൺ വീഡിയോ കോൺഫറൻസ് ആണ്. അകലെയുള്ള സ്ഥലങ്ങളിൽ ഇരിക്കുന്ന ആളുകൾക്ക് ഇന്റർനെറ്റിന്റെ സഹായത്തോടെ കണ്ടുകൊണ്ട് സംസാരിക്കാനും ആശയങ്ങൾ കൈമാറാനും വീഡിയോ കോൺഫറൻസ്. ഈ കൊമേഴ്സ് എന്ന് പറയുന്നത് ഇന്റർനെറ്റ് സംവിധാനത്തിലൂടെ സാധനങ്ങളും സേവനങ്ങളും വാങ്ങുന്നതിനും വിൽക്കുന്നതിനുമുള്ള സംവിധാനമാണ് ഈ കൊമേഴ്സ്. ഇമെയിൽ എന്ന് പറയുന്നത് ഇലക്ട്രോണിക് മാധ്യമങ്ങൾ ഉപയോഗിച്ച് സന്ദേശങ്ങൾ അയക്കുകയും സ്വീകരിക്കുകയും ചെയ്യുന്നതിനെയാണ് സംവിധാനമാണ് ഇമെയിൽ എന്ന് പറയുന്നത്. ടെലിമെഡിസിൻ എന്ന് പറയുന്നത് വിവരസാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ അകലെയുള്ള വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം ആരോഗ്യരംഗത്ത് ഉപയോഗപ്പെടുത്തുന്നതാണ് ടെലിമെഡിസിൻ എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. ഇനി നമ്മളൊരു കാര്യം കൂടി ഉണ്ട്, വിട്ടുപോയി. എന്താണ് നമ്മൾ അവിടെ ചോദിച്ചിരുന്നു, കേരളത്തിലെ പ്രധാനപ്പെട്ട തുറമുഖങ്ങൾ ഏതൊക്കെയാണ്? കേരളത്തിലെ പ്രധാനപ്പെട്ട തുറമുഖങ്ങളാണ് വിഴിഞ്ഞം തുറമുഖം ആൻഡ് കൊച്ചി തുറമുഖം. ഓക്കെ, ഏതൊക്കെ തുറമുഖങ്ങളാണ്? വിഴിഞ്ഞം തുറമുഖവും കൊച്ചി തുറമുഖമാണ് കേരളത്തിലെ പ്രധാനപ്പെട്ട തുറമുഖം എന്ന് പറയുന്നത്. കേരളത്തിലെ പ്രധാനപ്പെട്ട തുറമുഖങ്ങൾ എന്ന് പറയുന്നത് വിഴിഞ്ഞം ആൻഡ് കൊച്ചി. ഇനി കേരളത്തിലെ വിമാനത്താവളം കൂടി നമുക്ക് ഇവിടെ നിന്ന് നോക്കി പോവാം. തിരുവനന്തപുരം അന്തർദേശീയ വിമാനത്താവളമുണ്ട്, കൊച്ചി അന്തർദേശീയ വിമാനത്താവളം, കോഴിക്കോട് അന്തർദേശീയ വിമാനത്താവളം, അതിന്റെ കണ്ണൂർ അന്തർദേശീയ. 4 അന്തർദേശീയ വിമാനത്താവളങ്ങളാണ് നമുക്കുള്ളത്. ഓക്കെ, തിരുവനന്തപുരം, കൊച്ചി, കോഴിക്കോട് ആൻഡ് കണ്ണൂർ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് എന്ത് ചെയ്യുന്നത് ഈ ഒരു പാഠത്തിൽ പഠിക്കാനുള്ളത്. അപ്പൊ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഓക്കെ.